സന്തോഷത്തോടെയാണ് ശ്രദ്ധിക്കുന്നത്. കാരണം നമ്മുടെ കൗൺസിലർമാരിൽ ഏറ്റവും നന്നായിട്ട് പ്രതിപക്ഷത്തായിരുന്നപ്പോഴും ഇപ്പോൾ ആയതിനു ശേഷവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിയാണ് കരമന കരമനാജിത്തിനെ കുറിച്ച് പറയുന്നത് വലിയ സാഹസമായിരിക്കും. തീർച്ചയായിട്ടും ഭരണസമയത്തുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ളതിനേക്കാൾ ഉപരി പ്രതിപക്ഷത്തിരുന്നപ്പോഴുള്ള അജിത്തിൻ്റെ പെർഫോമൻസിനെയാണ് ഞാൻ എന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭരണം കൊണ്ടുവരാൻ വേണ്ടി, ഈ ഭരണത്തിൽ BJP എത്തിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത, ബുദ്ധി കൊണ്ടായാലും ശക്തി കൊണ്ടായാലും നാവ് കൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും കഠിനാധ്വാനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് അജിത്ത്. ഇപ്പം മേയർ എന്നുള്ള നിലയ്ക്ക് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഒരു വ്യക്തിയുടെയോ രണ്ട് വ്യക്തിയുടെയോ ഒന്നും കഴിവുകളല്ല, മറിച്ച് ഒരു വലിയൊരു കൂട്ടായ്മയാണ്. അതിൽ മേയർക്ക് പിന്തുണയുമായി കരുത്തുറ്റ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ നിൽക്കുമ്പോഴേയാണ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് സധൈര്യം മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഞങ്ങളൊക്കെ തമ്മിൽ ഒരു പാർട്ടി പ്രവർത്തകർ എന്നുള്ളതിലുപരി ഒരു സാഹോദര്യ ബന്ധം, വളരെ ദൃഢമായൊരു ബന്ധം ഒരിക്കലും ഇതുവരെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ആത്മബന്ധമാണ് 51 കൗൺസിലർമാർ തമ്മിലുള്ളത്. അതൊക്കെ ക്രിയേറ്റ് ചെയ്യാനും കരമന അജിത്ത് ഉൾപ്പെടെ നന്നായി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ആർക്കും ഒരു ആശങ്കയും വേണ്ട, നല്ല ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. 5 വർഷം കഴിയുമ്പോൾ ഏറ്റവും മികച്ച കോർപ്പറേഷൻ, ഇന്ത്യയിൽ ഏറ്റവും മികച്ച കോർപ്പറേഷൻ എന്നുള്ള രീതിയിൽ 5 വർഷം പൂർത്തിയാക്കുന്ന കോർപ്പറേഷൻ നമ്മുടേതായിരിക്കും. അതിൽ നഗരത്തിൻ്റെ വികസനത്തിൻ്റെ താക്കോൽ ഏൽപ്പിച്ചിരിക്കുന്ന അജിത്തിനെയാണ്. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ എന്നെ ഞെട്ടിച്ച ഒരു സംഭവം പറയാം. നമ്മളുടെയൊക്കെ ലക്ഷ്യങ്ങളിലൊന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുത്തരിക്കണ്ടത്ത് തന്നെ ഞാറ് നട്ട് കൊണ്ടുവരണം. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അങ്ങനെയല്ല, പുറത്തുനിന്ന് ഞാറ് കൊണ്ടുവന്നിട്ടാണ് അവിടെ ചെയ്യുന്നത്. കാരണം പുത്തരിക്കണ്ടത്ത് കൃഷി ചെയ്യുന്നില്ല. അജിത്ത് ഏൽപ്പിച്ചു, അത് ഉത്തരവാദിത്തോടെ ഏറ്റെടുത്ത് പുത്തരിക്കണ്ടം കൃഷിയിടമാക്കി മാറ്റി. കഴിഞ്ഞ ദിവസം എന്നെ തലേദിവസമാണ് എൻ്റെ പറയുന്നത്, തലയ്ക്ക് തലേദിവസമാണ് പറയുന്നത്, കഴിഞ്ഞ അടുത്ത ദിവസം 4:30-യാണെന്ന്. ഞാനവിടെ 4:00-ക്ക് ചെന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ വളരെ നന്നായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്തു. കൃഷി ഞങ്ങളൊക്കെ കൂടെ ചേർന്ന് ഞാറ് നട്ടു, ബീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം നിറവേറ്റുന്ന അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്.